നിസാം സെയ്ദ് ആ ചോദ്യം താങ്കൾ കേട്ടു എന്ന് വിചാരിക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ പറയും മറുഭാഗത്ത് ഒരൊറ്റ മുഖത്ത് ഇപ്പം LDF അല്ലാതെ മറ്റാര് എന്നുള്ളതായിരുന്നു തലക്കെട്ടെങ്കിലും ആ വാചകം അതായിരുന്നുവെങ്കിലും ഒരൊറ്റ മുഖം മാത്രമേ നമ്മൾ കണ്ടിരുന്നുള്ളൂ. അത് പിണറായി വിജയന്റെ മുഖം മാത്രമാണ്. ഇവിടെ അങ്ങനെയല്ല, കുറെ നേതാക്കളുണ്ട്. പാർട്ടിയിൽ ജനാധിപത്യ ബോധമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് കുറെ നേതാക്കളുണ്ട്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു വലിയ പൊസിഷനിലേക്ക് വരും പരിഗണിക്കാനും നേതാക്കളുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ ദീർഘമായ ഇടവേളയിൽ അങ്ങനെ വ്യത്യസ്തമായ ഒട്ടേറെ സ്വരങ്ങളൊന്നും നാം കേൾക്കുന്നില്ല. ഒരു ഭാഗത്ത് മാത്രമേ ചർച്ചകൾ നാം കേൾക്കുന്നുള്ളൂ. മറുഭാഗത്തു നിന്ന് എന്തെങ്കിലും ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രതികരണവും നമ്മൾ കേട്ടിട്ടില്ല. ഈ LDFിൻ്റെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചെറിയ ഒരു MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു അവകാശവാദം ഒരു ദിവസം കേട്ടതല്ലാതെ തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം കിട്ടും എന്നുള്ള തരത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായമോ ആരുടെയെങ്കിലും ഒരു ശബ്ദമോ നമ്മൾ ആ ഭാഗത്ത് കേട്ടേയില്ല. എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞത് കഴിഞ്ഞ 2 പിണറായി സർക്കാർ തുടർ ഭരണമെന്ന് ഇന്നും പറഞ്ഞു കേട്ടോ. എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞത് കഴിഞ്ഞ 2 പിണറായി സർക്കാരുകളുടെ സത്യപ്രതിജ്ഞ ഒരുക്കങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച ഒരാൾ, മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസിലെ പ്രധാനിയായ ഒരാൾ, അദ്ദേഹം അടുത്ത ആഴ്ച അമേരിക്കയ്ക്ക് പോവുകയാണ്. അദ്ദേഹം ഇനി അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെ അദ്ദേഹം 1 മാസം ചെലവഴിച്ച് കഴിഞ്ഞേ വരികയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാധാരണ ഇങ്ങനെ വളരെ ക്രിട്ടിക്കലായ ഒരു സമയത്ത് ഇങ്ങനെ പോയാൽ എങ്ങനെയാണെന്ന്. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കമൊന്നും നടത്തേണ്ട കാര്യമില്ല, ഞാൻ 1 മാസം അവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സത്യപ്രതിജ്ഞ, ഇടതുപക്ഷ മുന്നണി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ മുഖ്യമന്ത്രിയോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾക്ക് പോലും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറുഭാഗത്ത് സ്വാഭാവികമായും ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചകൾ നടക്കുന്നത് നേതാക്കന്മാരുടെ തലത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നേതാക്കന്മാരുടെ തലത്തിൽ സൈബർ മേഖലയിൽ പോരാട്ടം നടക്കുന്നതോ അല്ലെങ്കിൽ VD സതീശൻ്റെ മലപ്പുറത്ത് എവിടെയെങ്കിലും ഒരു ഫ്ലെക്സ് ഉയർത്തിയതോ രമേശ് ചെന്നിത്തലയുടേതായിട്ട് ഒരു റീല് വരുന്നതോ ഒന്ന് ഇവരാരും അറിഞ്ഞ് ചെയ്യുന്നതായിരിക്കും എന്ന് കരുതാൻ മാത്രം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാൻ കഴിയും, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാകാൻ കഴിയും എന്ന് കരുതുന്ന വിഡ്ഢികളാണ് ഇവരാരെങ്കിലും എന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റേതായ ഒരു നയമുണ്ട്. അതിനെ ചിലർക്കൊക്കെ പുച്ഛിക്കാം. ആ പുച്ഛിക്കുന്നവർക്ക് എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ കോൺഗ്രസിൻ്റേതായ രീതികളുണ്ട്. അത് കഴിഞ്ഞ 10-70 കൊല്ലമായിട്ട് ഇന്ത്യയിൽ നടപ്പാകുന്നതാണ്. അതനുസരിച്ച് കോൺഗ്രസ് നിയമസഭാ കക്ഷി തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ നിയമസഭാ കക്ഷി യോഗം കൂടും. MLA-മാരുടെ അഭിപ്രായം ആരായും. MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞിട്ട് MLA-മാരിൽ കൂടുതൽ ആളുകൾ ആരെയാണ് പിന്തുണയ്ക്കുന്നതെന്നുള്ളത് അന്വേഷിക്കും. എന്നിട്ട് ഹൈക്കമാൻഡിന് അതിൻ്റെ ശുപാർശകൾ സമർപ്പിക്കും. ഹൈക്കമാൻഡ് എടുത്ത് തീരുമാനമെടുക്കും. ഇപ്പോൾ കർണാടകത്തിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ഒക്കെ കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ളയാളാണ് മുഖ്യമന്ത്രി ആയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഒരു ഏതെങ്കിലും നേതൃതലത്തിൽ നടക്കുന്ന ഒരു ചർച്ചയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിജയസാധ്യതയുള്ള ഒരു 4 സ്ഥാനാർത്ഥികളുമായി ഞാൻ സംസാരിച്ചു. നേതൃതലത്തിലുള്ള ഒരാളും പിന്തുണ അഭ്യർത്ഥിച്ച് അവരുമായി ബന്ധപ്പെട്ടിട്ടില്ല. അവർക്കൊക്കെ സ്വന്തമായി നിലപാടുകൾ എടുക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. അവരുടെ നിലപാടുകളൊന്നും ആർക്ക് വേണ്ടിയാണെന്നുള്ളത് ഇനിയും രൂപപ്പെടുത്തിയിട്ടുള്ള ആളുകളല്ല. അവരെയൊന്നും ഈ നേതൃതലത്തിലുള്ള ഒരാളും ഇതേവരെ ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള ഒരു കളി ആരംഭിച്ചിരിക്കുന്നു. നീക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നു എന്നൊക്കെ ഉള്ളത് മീഡിയയുടെയും അല്ലെങ്കിൽ സൈബർ ലോകത്തിൻ്റെ മീഡിയയ്ക്ക് നമ്മുടെ ഈ ഇടവേളകൾ ആനന്ദകരമാക്കേണ്ട ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. ഇത് വളരെ നീണ്ട ഒരു ഇടവേളയാണ്. ഈ ഇടവേളകളിൽ വാർത്തയ്ക്ക് ക്ഷാമമുണ്ട്. ആദ്യം ഒരു ദിവസം നമ്മൾ ഇത് 1 റൗണ്ട് ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ദുരന്തങ്ങളൊക്കെ വന്ന് നമ്മൾ ഈ വിഷയം ഉപേക്ഷിച്ചായിരുന്നു. വീണ്ടും ഈ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നത് മീഡിയയുടെ ആവശ്യമാണ്, രാഷ്ട്രീയ പ്രവർത്തകരുടെ ആവശ്യമാണ്, ഒക്കെ ആവശ്യമാണ്. അപ്പോൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുമ്പോ എങ്ങനെയാ ചർച്ചയ്ക്ക് എടുക്കാതിരിക്കുക? ഇതൊക്കെ കൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്ന് ആര്യ കരുതുന്നുണ്ടോ? ആ ഒരാൾ ഒരു റീലിട്ടാൽ അതിൻ്റെ പേരിൽ അയാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതലായ എന്തെങ്കിലും ഒരു അവകാശവാദം ഉണ്ടാവും എന്ന് ആര്യ കരുതുന്നുണ്ടോ? ഇതൊക്കെ സ്വാഭാവികമായും ആവേശ കമ്മിറ്റിക്കാർ നടത്തുന്ന ചില പരിശ്രമങ്ങളാണ്. ഈ ആവേശ കമ്മിറ്റിക്കാർ ആർക്ക് വേണ്ടിയാണോ ബാറ്റ് ചെയ്യുന്നത് അവർക്ക് തന്നെ ഏറ്റവും വലിയ ദ്രോഹമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആവേശ കമ്മിറ്റിക്കാർ ആവേശപൂർവ്വം ആർക്കെങ്കിലും വേണ്ടി ബാറ്റ് ചെയ്യുന്നു. അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ എല്ലാം ചീത്ത പറയുന്നു, മോശക്കാരാക്കുന്നു.
ഈ ആളുകളൊക്കെ തമ്മിലുള്ള ഒരു ബന്ധത്തെ വേവ്ലെന്തിനെ വഷളാക്കാൻ മാത്രമേ ഇത്തരം ആവേശ കമ്മിറ്റിക്കാർ, ആർക്കെങ്കിലും വേണ്ടി വളരെ സ്ഥൈര്യമായി ബാറ്റ് ചെയ്യുന്ന ഈ ആവേശ കമ്മിറ്റിക്കാരുടെ നിലപാടുകൾ സഹായമാകുകയുള്ളൂ. അത് ആവേശ കമ്മിറ്റിക്കാർക്ക് മനസ്സിലാവുകയല്ല, പക്ഷേ ഈ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് മനസ്സിലാകും. ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യം MLA-മാരുടെ പിന്തുണയോ ഹൈക്കമാൻഡിൻ്റെ പിന്തുണയോ അല്ലാതെ സൈബർ ലോകത്തെ ലൈക്കും ഡിസ്ലൈക്കും നോക്കിയോ അല്ലെങ്കിൽ റീലിൻ്റെ വ്യാപ്തി നോക്കിയോ റീച്ച് നോക്കിയോ ഒന്നും കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടാവില്ല. അതിന് MLA-മാരുടെ പിന്തുണ ഉണ്ടാവണം. അതിനുള്ള നീക്കങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട നമ്മൾ ഈ പറയുന്ന ആളുകളൊന്നും സജീവമായി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കില്ല. പിന്നെ എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ശ്രീകുമാർ വളരെ വിശദമായി ഉത്തരം പറഞ്ഞു. അങ്ങനെ ഒരാളും എൻ്റെ അനുയായികളെ മൊത്തം തള്ളി പറഞ്ഞുകൊണ്ട് ഇത് എൻ്റെ പേരിൽ ഇനി ആരും ഇതൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ഒരു നേതാവിനും പറയാൻ കഴിയില്ല. തൻ്റെ അനുയായികളെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു നേതാവിനും നിലനിൽപ്പുണ്ടാകാൻ പറ്റില്ല. ഈ ഇടവേളകളിൽ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ശ്രീ നിസാം സെയ്ദ്.